വൈസ്റ്റേൺ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന രണ്ടാളുകളെ കുറിച്ചാണ്. അതായത് വില്ലും വുഡും. ഇംഗ്ലീഷ് ഗ്രാമറിൽ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന രണ്ട് സാധനങ്ങളാണ്, രണ്ട് ഓക്സിലറി വെർബ്സ് ആണ് ഇത്, വില്ലും വുഡും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവിടെ നമ്മൾ വില്ല് യൂസ് ചെയ്യും അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യത്തിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വില്ലിനെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പൊ എവിടെയാണ് വില്ല് യൂസ് ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പം ഇനി നടക്കാൻ ചാൻസ് ഉണ്ട്, അതായത് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് വില്ല് യൂസ് ചെയ്യുക. വില്ല് ഈസ് യൂസ്ഡ് ഇൻ ദ ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, വില്ല് യൂസ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ കം ടുമാറോ, ഞാൻ നാളെ വരും. നാളെ ഞാൻ വരും എന്നെങ്ങനെയാ പറയാ, ഐ വിൽ കം ടുമാറോ. അപ്പൊ ഇവിടെ വില്ല് യൂസ് ചെയ്തു. അപ്പൊ ഫ്യൂച്ചർ ടെൻസിൽ നാളെ നാളെ നടക്കാൻ ചാൻസ് ഉള്ള ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുകയാണ്. ടുമാറോ ഐ വിൽ കം. ടുമാറോ ഐ വിൽ കം ടു യുവർ ഓഫീസ്. നാളെ ഞാൻ നിന്റെ ഓഫീസിലേക്ക് വരാം. ടുമാറോ ഐ വിൽ കം ടു യുവർ ഓഫീസ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുഡേ. എന്താണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതായത് അതേപോലെയുള്ള ഒരു പ്രിഡിക്ഷൻസ് ഒക്കെ നമ്മൾ, ഇതൊരു പ്രിഡിക്ഷൻ ആണല്ലോ. എന്താണ് ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടു നൈറ്റ്. ഇപ്പൊ ഇന്ന് രാത്രി മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യത്തിലൊക്കെ ഇതുപോലെയുള്ള പ്രിഡിക്ഷൻസ് ഒക്കെ നടത്തുന്ന സാഹചര്യത്തിൽ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പറയാറുണ്ട് ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു. ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അതുപോലെ ഒരു ഒരാൾക്ക് നമ്മളിപ്പോ നമ്മുടെ ഒരു സുഹൃത്തിന്റെ അടുത്ത് നമ്മൾ ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാൻ നോക്കാന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലുള്ള പ്രോമിസസ് കൊടുക്കാറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ. അതുപോലെ തന്നെ ഐ വിൽ ടീച്ച് ഹിം എ ലെസൺ, ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും. ഐ വിൽ ടീച്ച് ഹിം എ ലെസൺ, എന്താണ് ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും, നമ്മളൊരു ത്രെഡ് ചെയ്യാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രോമിസ് ചെയ്യും അല്ലെങ്കിൽ ത്രെഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫേഴ്സ് കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഒരു ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വില്ല് യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വില്ല് കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഫ്യൂച്ചർ ടെൻസിൽ നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഒരാൾക്ക് ഒരു പ്രോമിസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ത്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിസിഷൻസ് എടുക്കുക, ഇതുപോലുള്ള ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുക. അതായത് നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വുഡിനെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് വുഡ്? എന്താണ് വുഡ്? വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിന്റെ ഫാസ്റ്റ് ഫോം ആണ് ഇത് വുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ വില്ല് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം എന്താ, ആയിരിക്കും അല്ലെങ്കിൽ ആകും എന്ന് പറയുന്നതാണ് വില്ല് എന്ന് പറയുന്നത്. അപ്പൊ വുഡ് എന്തായിരുന്നു, ആയിരുന്നു എന്ന് പറയുന്നത്. അതായത് വുഡ് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഭാവിയിൽ നടക്കുന്ന ഒരു സംഭവം, ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയെ കുറിച്ച് മറ്റൊരാൾ നമ്മളോട് പറഞ്ഞു, അത് നമ്മൾ വേറൊരാളോട് പറയുന്ന സാഹചര്യത്തിൽ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മനു സെഡ് ദാറ്റ് ഹി വുഡ് കം. മനു സെഡ് ദാറ്റ് ഹി വുഡ് കം. മനു പറഞ്ഞിരുന്നു അവൻ വരുമെന്ന്. അപ്പൊ അതായത് ഇപ്പൊ എന്നോട് ഈ മനു എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടുണ്ട് അവൻ നാളെ ക്ലാസ്സിൽ വരും. മനു സെഡ് ദാറ്റ് ഹി വുഡ് കം ടു ദ ക്ലാസ്. നാളെ ക്ലാസ്സിൽ വരുമെന്ന് മനു പറഞ്ഞു. അതിപ്പോ ഞാൻ മറ്റൊരാളോട്, മൂന്നാമതൊരാളോട് ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, മനു സെഡ് ദാറ്റ് ഹി വുഡ് കം. ഇത് ശരിക്കും എന്നോട് എങ്ങനെയായിരിക്കും, മനു എന്ന് പറയുന്ന ആളെ എന്നോട് എങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുക, ഐ വിൽ കം ടു ദ ക്ലാസ്. ഐ വിൽ കം ടു ദ ക്ലാസ് ടുമാറോ. ഞാൻ നാളെ ക്ലാസ്സിൽ വരുമെന്നായിരിക്കും മനു പറഞ്ഞിട്ടുണ്ടാവുക. അവിടെ വില്ലായിരിക്കും യൂസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഈ കാര്യം വന്നിട്ട് മറ്റൊരാളോട് പറയാണ്, മൂന്നാമത് നിങ്ങളോട് പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ്, മനു സെഡ് ദാറ്റ് ഹി വുഡ് കം. മനു സെഡ് ദാറ്റ് ഹി വുഡ് കം. എന്താണ്, മനു പറഞ്ഞു അവൻ നാളെ വരുമെന്ന്. മനു സെഡ് ദാറ്റ് ഹി വുഡ് കം. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്താണ് വുഡ് യൂസ് ചെയ്തിട്ടാണ് അവൻ പറഞ്ഞ കാര്യത്തെ, നാളെ അവൻ വരുമെന്ന് പറഞ്ഞ കാര്യത്തെ നമ്മൾ സൂചിപ്പിക്കാൻ പറ്റും. ആദ്യം എന്താണ് പറഞ്ഞത്, ഹി വിൽ കം ടുമാറോ. ഐ വിൽ കം ടുമാറോ എന്നായിരിക്കും ഈ മനു എന്ന് പറയുന്ന ആളെ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക.
അപ്പൊ അത് നമ്മൾ മറ്റൊരാളോട് പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, വില്ലിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും, വുഡ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഭവ്യതയോടുകൂടി വളരെ പൊളൈറ്റ് ആയിട്ട് ഒരാളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, നമുക്കൊരു ഹെൽപ്പ് വേണം. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കാം, വുഡ് യു പ്ലീസ് ഗീവ് മി എ പെൻ, വുഡ് യു പ്ലീസ് ഗീവ് മി എ പെൻ, ഒരു പേന ദയവ് ചെയ്ത് ഒരു പേന തരുമോ. നമ്മളെ കയ്യിൽ പേനയില്ല, നമ്മൾ രാവിലെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പേന എടുക്കാൻ നമ്മൾ മറന്നുപോയി. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമ്മൾ സുഹൃത്തിനോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് വുഡ് യു പ്ലീസ് ഗീവ് മി എ പെൻ, എന്താണ് ഒരു പേന തരുമോ എന്ന് നമ്മൾ ചോദിക്കുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അവിടെ വുഡ് യൂസ് ചെയ്യാം. വളരെ പൊളൈറ്റ് ആയിട്ട് ഒരു കാര്യം മറ്റുള്ള ആളുടെ അടുത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വുഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു വുഡ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ്, എന്താണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ടുമാറോ ഈസ് എ ഹോളിഡേ. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ടുമാറോ ഈസ് എ ഹോളിഡേ. എന്താണ്, ഞാൻ അറിയിക്കുകയാണ് നാളെ നിങ്ങൾക്ക് ക്ലാസ് ഇല്ല അല്ലെങ്കിൽ ഹോളിഡേ ആണെന്ന് അറിയിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതെന്താണ്, ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ടുമോറോ ഈസ് എ ഹോളിഡേ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, മീൻസ് ഒരു ഫ്രേസ് ആണ് അല്ലെ. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഫ്രേസ് ആണ്. അപ്പൊ ഇത്തരം ഫ്രേസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ വുഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ടുമോറോ ഈസ് എ ഹോളിഡേ. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ്, എന്താണ്, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ, രണ്ട് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നേനെ എന്നൊക്കെ നമ്മൾ പറയാൻ, എനിക്ക് ചിറകുണ്ടെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ഗ്രാമറിലെ ഒരു പോർഷനാണ് ഈഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഈഫ് ക്ലോസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ അതിന്റെ ഒരു ഉപയോഗം എങ്ങനെയാന്ന് പറയാം. ഇഫ് ഐ വെർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഇഫ് ഐ വെർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ, എന്താണ്, ഞാൻ പറക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ്, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നോ. അതെങ്ങനെയാ പറയാം, ഇഫ് ഐ വെർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു. ഇഫ് ഐ വെർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഈഫ് ക്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വുഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വില്ല് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ വുഡ് ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഓക്സിലറി വെർബ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ സെന്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്താണ്, വില്ല് ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്യാം, വില്ല് യൂസ് ചെയ്യുന്നത് ഭാവിയിൽ നടക്കാൻ ചാൻസ് ഉള്ള ഫ്യൂച്ചർ ടെൻസിൽ ആണ് യൂസ് ചെയ്യുന്നത്. ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സാഹചര്യങ്ങളിൽ എന്ത് യൂസ് ചെയ്യുന്നു, വില്ല് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ വില്ലിന്റെ ഫാസ്റ്റ് ഫോം ആണ് വുഡ് എന്ന് പറയുന്നത്. ഇതും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ലെ. നമ്മൾ നേരത്തെ നോക്കിയ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടാവും, എന്താണ്, മനു സെഡ് ദാറ്റ് ഹി വുഡ് കം ടുമോറോ. അപ്പൊ അതായത് മനു എന്ന് പറഞ്ഞ ആള് എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, അത് ഞാൻ മറ്റൊരാളുടെ അടുത്തേക്ക് പറയുമ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, വുഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ വുഡിന്റെയും വില്ലിന്റെയും യൂസേജ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, താങ്ക് യു.